എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ചൂട് ചോറിൻ്റെ ഒക്കെ കൂടി ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന, തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെ നല്ല കുറുകിയ ചാറോട് കൂടി തയ്യാറാക്കുന്ന വ്യത്യസ്ത രുചിയിലുള്ള ഒരു മോരുകറിയാണ്. എന്നും ഒരേപോലുള്ള മോരുകറിയൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ ഇതിലേക്ക് 1-2 എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു മോരുകറി തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ മോരുകറി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടിയെല്ലാം നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ എണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എണ്ണയെല്ലാം നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. കടുകെല്ലാം നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ജീരകവും 1/2 ടീസ്പൂൺ അളവിൽ ഉലുവയും ചേർത്ത് കൊടുക്കണം. മുഴുവനോട് കൂടിയുള്ള ഉലുവയാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. ചട്ടിയെല്ലാം നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ തീയെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ഞാനിപ്പോൾ തീയെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അല്ലെന്ന് വരികിൽ ഉലുവയും ജീരകവും എല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനിയിപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്കിലാണെങ്കിലും ഇതുപോലെ പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്കും തീയെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2-3 വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ നമ്മുടെ ഉലുവയെല്ലാം നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരണം. അപ്പോൾ അതാ നമ്മുടെ ഉലുവയെല്ലാം ഇവിടെ ആവശ്യത്തിന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2-3 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കാം. പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുഞ്ഞുള്ളിയാണ്. ഒരു 8-10 കുഞ്ഞുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. കുഞ്ഞുള്ളി ഇല്ലെന്ന് വരികിൽ നിങ്ങൾക്ക് സവാള വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നെല്ലിക്ക. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ വളരെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നെല്ലിക്കയൊക്കെ ചേർത്ത് മോരുകറി തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. നെല്ലിക്കയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു നെല്ലിക്കയിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. നമ്മൾ ഇതുപോലെ കറികളൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നെല്ലിക്കയൊക്കെ ചേർത്ത് തയ്യാറാക്കുകയാണെന്ന് വരികിൽ വളരെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയെല്ലാം നല്ലപോലെ ഒന്ന് സോഫ്റ്റായി, നെല്ലിക്കയെല്ലാം നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാനായിട്ട് ഈ സമയം തന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു നെല്ലിക്ക ഞാനിപ്പോൾ ഇവിടെ ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അരച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ അരച്ചാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് വരികിൽ പോലും ഈ സമയം നെല്ലിക്ക ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ ഇതെല്ലാം ഇനി നല്ലപോലെ ഒന്ന് വഴന്ന് നല്ല സോഫ്റ്റായി വരട്ടെ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള തൈര് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ 1/2 ലിറ്റർ തൈരാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്കൊരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു തൈരിലുള്ള കട്ടകളൊക്കെ ഒന്ന് പെട്ടെന്ന് മാറി കിട്ടാനായിട്ട് ചിലർ വന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിക്കുന്നത് കാണാം. അങ്ങനെ ചെയ്യുവാണെന്ന് വരികിൽ തൈര് വന്നിട്ട് ലൂസായി പോവും. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു തിക്നെസ് നമ്മുടെ മോരുകറിക്ക് ഉണ്ടാവില്ല. ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ കൊണ്ടാണ് ബീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒട്ടും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. അതാ നമ്മുടെ തൈരെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിയെല്ലാം നല്ലപോലെ ഒന്ന് സോഫ്റ്റായി, നെല്ലിക്കയെല്ലാം ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ അളവിൽ ജീരകപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്, വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന ജീരകപ്പൊടിയാണ്. അതും കൂടി നമുക്കൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റി ആ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പൊടിയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. സാധാരണയായിട്ട് മോരുകറിയിൽ മുളക് പൊടിയോ അതുപോലെ തന്നെ ജീരകപ്പൊടിയോ ഒന്നും ചേർക്കാറില്ല. എന്നാൽ ഇതും കൂടിയൊക്കെ ചേർത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതാ നമ്മുടെ പൊടികളുടെ പച്ചമണമെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സ്റ്റൗ ഓഫാക്കുകയാണ്. കാരണം ആ ഒരു ചട്ടിയുടെ ചൂട് മതിയാകും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത്.
ഇനിയിപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്കിലാണെങ്കിൽ പോലും ഈ സമയത്ത് സ്റ്റവ് ഓഫ് ആക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈരും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് അതും കൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഉലുവാപ്പൊടിയാണ്. നല്ലപോലെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടി ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഉലുവാപ്പൊടിയൊക്കെ ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു മോരുകറിക്ക് വന്നിട്ട് നല്ലൊരു രുചിയും മണവും ഒക്കെ ആയിരിക്കും. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോട് കൂടി, തേങ്ങയൊന്നും ചേർക്കാതെ കണ്ട് നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടുമിക്ക വീടുകളിലും ലഞ്ച് ബോക്സിലേക്ക് മസ്റ്റായിട്ട് ഉണ്ടാവുന്ന ഒരു കറിയാണ് മോരുകറി. അപ്പോൾ എന്നും ഒരേപോലുള്ള മോരുകറിയൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്നവർ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു റെസിപ്പീസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ഈ ഒരു റെസിപ്പി നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെന്ന് വരികിൽ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ.